വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുലാ അശ്വത്ഥാമവികർണ ഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവഃ പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈർ അഹരഹർ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസി നഹ ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ, ഗീതാദിന ആശംസകൾ. ഗീതാദിനം അടുത്ത മാസവും ആചരിക്കുന്നുണ്ട് ഒരു കൂട്ടര്. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗീതാദിനം. ഗുരുവായൂർ ഏകാദശി വരുന്ന ദിവസം തന്നെയാണ് ഗീതാദിനവും വരാറ്. എന്താണെന്നറിയില്ല, അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല. കലണ്ടറുകളിൽ അടുത്ത മാസം 25-ാം തീയതി ഡിസംബർ 25-ന് ഗീതാദിനം ഇട്ടുവെച്ചിരിക്കണു. നല്ലോണം അന്വേഷിക്കാൻ ചെന്നില്ല. നമ്മുടെ ഗുരുഭായിമാരൊന്നും വിളിച്ചു ചോദിക്കാനും പോയില്ല. എന്താ പറയുക, നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ അതിനൊന്നും സമയമില്ല. നമുക്ക് എന്നും ഗീതാദിനം തന്നെയാണ്. എങ്കിലും ഗുരുവായൂർ ഏകാദശി, കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഗീതാദിനമായി നമുക്ക് ആചരിക്കാം. മാസം മാസം ആചരിച്ചാലും ലാഭം മാത്രമേ ഉള്ളൂ, നഷ്ടമൊന്നും ഇല്ല. എന്തായാലും ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള, ലോകത്തിന് മുഴുവനുള്ളതായിട്ടുള്ള ഈ അത്ഭുതമായിട്ടുള്ള ഭഗവത്ഗീതയെ, ഉപദേശത്തെ നമുക്ക് സ്വീകരിക്കാം. എന്നും നമ്മുടെ മാറോട് ചേർക്കാം, നമ്മുടെ നെഞ്ചോട് ചേർക്കാം. അമ്പത്വാം അനുസന്തതാമി
ഭഗവത്ഗീതേ ഭവദ്വേഷിണി. അപ്പോൾ നമ്മൾ ഭഗവത്ഗീത ആരംഭിച്ചിട്ട് ഇന്ന് 29-ാം ദിവസം തോന്നുന്നു, 28-ഓ 29-ഓ 29-ആവുന്നുണ്ട്. 2-ാം അധ്യായത്തിലാണ്. സാഖ്യയോഗം എന്ന അധ്യായം ആരംഭിച്ചിട്ടേ ഉള്ളൂ. വലിയ അധ്യായമാണ്. അതിലെ ആദ്യ ഭാഗം അർജുന വിഷാദ യോഗത്തിൻ്റെ തുടർച്ച തന്നെയായിട്ടുള്ള ഭാഗം ആണ്. ആദ്യത്തെ 10 ശ്ലോകങ്ങൾ നമുക്ക് വായിക്കാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അദ ശ്രീമദ്ഭഗവദ്ഗീതായാം ദ്വിതീയോऽധ്യായഃ. സാഖ്യയോഗഃ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച കുതസ്ത്വാ കസ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യചുഷ്ടമസ്വർഗ്യം അകീർത്തിലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുതിരപ്രദിഗ്ധാൻ ന ചൈതദ്വിദ്മഃ കതരം നോ ഗരീയഃ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാः കാർപ്പണ്യദോഷോപഹതഃ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധിമാം ത്വം പ്രപന്നം നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമൗ അസപത്മവൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. നാരായണ. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിലാണ് നമ്മൾ. അതിൻ്റെ തുടക്ക ഭാഗത്താണ്. അർജുനന്റെ വിലാപം തുടരുകയാണ്. ആരംഭത്തിൽ 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഭഗവാനാണ് 2 ശ്ലോകങ്ങളെ കൊണ്ട് അർജുനന്റെ ഉള്ളിലുള്ള സർവ സംശയങ്ങളെയും അല്ലെങ്കിൽ സർവമൂഢത്വത്തെയും പുറത്തേക്ക് കൊണ്ടുവരാനായിക്കൊണ്ട് ചാട്ടവാർ അടിപോലെ വളരെ തീവ്രമായ പദപ്രയോഗങ്ങളെ കൊണ്ട് അർജുനനെ ശരിക്കൊന്ന് പിടിച്ചു കുലുക്കി അർജുനന്റെ മുൻ നിശ്ചയത്തെ ഇളക്കാൻ കഴിഞ്ഞു ഭഗവാന്. ഞാനിനി യുദ്ധം ചെയ്യില്ല, ഇവരെന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് ആയുധങ്ങൾ ഉപേക്ഷിച്ച് രഥത്തട്ടിൽ ഇരുന്നതായിട്ടുള്ള ആ അർജുനനെ ആ അവസ്ഥയിൽ നിന്ന് പിടിച്ചൊലച്ച് ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരുവാൻ തനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന്
സമ്മതിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് അർജുനനെ കൊണ്ടുവരാൻ കഴിഞ്ഞു ഭഗവാന്. സംശയം ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭഗവാന്റെ മുമ്പിൽ ശിഷ്യഭാവത്തിൽ ശരണം പ്രാപിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അർജുനനെ കൊണ്ടുവരുവാൻ ഭഗവാന്റെ അതിരൂക്ഷമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അതുകൊണ്ട് സാധിച്ചു. കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വാ ഉത്തിഷ്ഠ പരന്തപ എന്ന ഭഗവാന്റെ ഗർജനം നിന്റെ ഹൃദയ ദൗർബല്യത്തെ, നിന്നെ നശിപ്പിക്കുന്ന ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് എഴുന്നേൽക്കൂ. ശത്രുക്കളെ ഭയപ്പെടുത്തുന്നവനല്ലേ നീ. അങ്ങനെയുള്ള നിലക്ക് ഇപ്പോഴുള്ള ഈ നപുംസകത്വം ഒട്ടും ചേരുന്നില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനനെ പിടിച്ച് ഒലച്ചു. അപ്പൊ അർജുനൻ തിരിച്ച് ഭഗവാനോട് ചോദിച്ചു, പൂജാർഹരായിരിക്കുന്ന ഭീഷ്മദ്രോണ പ്രഭൃതികളെ എങ്ങനെ ഞാൻ അസ്ത്രങ്ങളെ കൊണ്ട് പ്രതിയുദ്ധം ചെയ്യും? അവരെ എങ്ങനെ ഞാൻ ആയുധങ്ങളെ കൊണ്ട് മുറിവേൽപ്പിക്കും? കഥം എന്നാ ചോദിക്കുന്നത്. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹൗ ഹരിസൂദന. ഇങ്ങനെയുള്ള മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ കൊല്ലാതെ ഭിക്ഷാടനം ചെയ്ത് കഴിയുന്നതാണ് എനിക്ക് ശ്രേയസ്കരം എന്ന് ഞാൻ കരുതുന്നു. അഥവാ ഇവർ അർത്ഥകാമന്മാരാണെങ്കിൽ പോലും, ഏതെങ്കിലും സ്വാർത്ഥത കൊണ്ട് വന്നവരാണെങ്കിൽ പോലും, അവരെ കൊന്നാൽ അവരുടെ രക്തം പുരണ്ടതായിട്ടുള്ള ഭോഗങ്ങളല്ലേ ഞാൻ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഗുരുക്കന്മാരുടെ രക്തം പുരണ്ട ഭോഗങ്ങൾ എനിക്ക് വേണ്ട. ഞാൻ ഇവരെ കൊല്ലാൻ തയ്യാറില്ല എന്ന് അർജുനൻ തന്റെ ന്യായീകരണം തുടരുകയാണ്. മറ്റ് 1-ാം അധ്യായത്തിൽ അർജുനൻ പറഞ്ഞതായിട്ടുള്ള എല്ലാ ന്യായീകരണങ്ങളെയും ഭഗവാൻ ഒറ്റയടിക്ക് തട്ടിത്തെറിപ്പിച്ചു. കശ്മലമായിട്ടുള്ള ഈ അവസ്ഥ നിനക്ക് എവിടുന്ന് കിട്ടി എന്ന ഒറ്റ ചോദ്യം കൊണ്ട് അർജുനന്റെ അത്രയും നേരം ഘോരഘോരം പ്രസംഗിച്ചതായിട്ടുള്ള അതിമഹത്തരം എന്ന് കേൾക്കുന്നവരൊക്കെ ധരിക്കുന്നതായിട്ടുള്ള വലിയൊരു പ്രസംഗം, ഉദാത്തമായിട്ടുള്ള പ്രസംഗം, ദയയുടെ പ്രകടമായിട്ടുള്ള പ്രസംഗം അങ്ങനെ വലിയൊരു പ്രസംഗം ചെയ്ത് തന്നെ പോലെ അറിവിലുള്ളവൻ ആരുമില്ല എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അർജുനൻ. അതാണ് ഇനിയും ഭഗവാൻ ആരംഭത്തിൽ 11-ാം ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു, എന്നാൽ മൂഢന്മാരെ പോലെ പെരുമാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സംസാരം പണ്ഡിതന്മാരെ പോലെ, അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാൻ ച ഭാഷസേ, പ്രജ്ഞാവാദങ്ങളെ നീ ഭാഷിക്കുന്നു, വലിയ പണ്ഡിതന്മാരുടെ രീതിയിൽ പ്രസംഗങ്ങളെ നീ നടത്തുന്നു. പക്ഷേ യഥാർത്ഥ പണ്ഡിതന്മാർ ആരെക്കുറിച്ചും ദുഃഖിക്കുകയില്ല എന്ന് പറയുന്നിടത്ത് അർജുനന്റെ ഈ പണ്ഡിത സമാനമായിട്ടുള്ള ഭാഷണത്തെ പരിഹസിക്കുന്നുണ്ട്. നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു, പ്രജ്ഞാവാദാംശ ഭാഷസേ. അപ്പൊ അർജുനൻ സ്വയം വിചാരിച്ചിരിക്കുന്നത് താൻ പറയുന്നതൊക്കെ വലിയ കാര്യമാണ്, വളരെ ഉദാത്തമായിട്ടുള്ള ആശയങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും നേരം വിളമ്പിയത്. പക്ഷെ ഭഗവാൻ അതിനെ ഒറ്റയടിക്ക് കശ്മലം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയാണ് ചെയ്തത്, നിരാകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഭഗവാൻ തള്ളിക്കളഞ്ഞില്ലായിരുന്നെങ്കിൽ
നീ പറഞ്ഞതിലും കാര്യമുണ്ട് അർജുന എന്ന് ഭഗവാൻ ഒരു ചെറിയൊരു ആനുകൂല്യം അർജുനനോട് കാണിച്ചിരുന്നെങ്കിൽ അർജുനൻ അതിന്മേൽ പിടിച്ചു തൂങ്ങിയേനെ, കൂടുതൽ കൂടുതൽ ന്യായീകരിച്ചേനെ, കൂടുതൽ അവശനായേനെ, ചിന്തിക്കാതിരുന്നേനെ. എന്നാൽ ശരിക്കും അർജുനന്റെ അഹങ്കാരത്തെ, അഭിമാനത്തെ, മൂഢത്വത്തെ ഭഗവാൻ തച്ചുടയ്ക്കുകയാണ് കശ്മലം എന്ന പ്രയോഗം കൊണ്ട് ചെയ്തത്. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം. ഈ വിഷമഘട്ടത്തിൽ എവിടുന്ന് കിട്ടി ഈ വൃത്തികെട്ട സ്വഭാവം നിനക്ക്? ഈ നീചമായൊരു ചിന്ത നിനക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചതിലൂടെ അർജുനന്റെ ഉദാത്തമായ പ്രസംഗങ്ങൾ മുഴുവൻ ഭഗവാൻ ചവറ്റ് കൊട്ടയിലേക്ക് എടുത്ത് കീറി വലിച്ചെറിഞ്ഞു. ഡോക്ടറേറ്റ് കിട്ടും വിചാരിച്ച് അവതരിപ്പിച്ച പ്രസംഗമാണ്, ഒരു പ്രബന്ധമാണ് അല്ലേ? ഡോക്ടറേറ്റ് പോയിട്ട് ഭഗവാൻ അതിനെ കീറി വലിച്ച് ചവറ്റ് കൊട്ടയിലിട്ടു. അതാണ് ഉണ്ടായത്. അപ്പോഴാണ് അർജുനൻ ഒന്ന് ഒലഞ്ഞു പോയത്. ഒലഞ്ഞ് ഒന്ന് മാറി ചിന്തിക്കാൻ അദ്ദേഹം നിർബന്ധിതനായത്. അങ്ങനെ അർജുനൻ ഭഗവാനോട് നിസ്സഹായതയോടെ ചോദിക്കുകയാണ്, പുതിയൊരു വാദവുമായിട്ട്. അതാണ് ഈ കണ്ട കഥം ഭീഷ്മമഹം സഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുബി പ്രതിയോത്സ്യാമി പൂജാർഹൗ അരിസൂദന. ഇഷുബിഹി അസ്ത്രൈഹി കഥം പ്രതിയോത്സ്യാമി. അവരിങ്ങോട്ട് ആക്രമിച്ചാൽ ഞാൻ എങ്ങനെ അവരോട് തിരിച്ചാക്രമിക്കും? അപ്പൊ താൻ അങ്ങോട്ട് ആക്രമിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, അത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അവരിങ്ങോട്ട് ആക്രമിച്ചാൽ എങ്ങനെ ഞാൻ തിരിച്ചാക്രമിക്കും എന്നാ ചോദിക്കുന്നത്. അവര് പൂജാർഹരാണ്, പൂക്കളെ കൊണ്ട് പൂജിക്കേണ്ടവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇവരെ കൊന്നാലും കിട്ടുന്ന ഭോഗങ്ങൾ അവരുടെ രക്തം പുരണ്ടതായിരിക്കും, അതുകൊണ്ട് എനിക്ക് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിന്നെ തന്റെ കൺഫ്യൂഷൻ അവതരിപ്പിച്ചു. നചൈതദ് വിദ്മഹ കതരത് നോഗരീയഃ. ഏതാണ് ഞങ്ങൾക്ക് ഗുരുതരമായത്, ഗൗരവമേറിയത്, ശ്രേഷ്ഠതയുള്ളത് എന്ന് ഞാൻ അറിയുന്നില്ല. ഇത് രണ്ടിൽ വെച്ച്, ഏത് രണ്ടിൽ? യദ്വാ ജയേമ യദിവാ നോ ജയേയുഹു. ഞങ്ങൾ അവരെ ജയിക്കണമോ അവർ ഞങ്ങളെ ജയിക്കണമോ? ഏതാണ് നല്ലത്, ശ്രേഷ്ഠമായത് എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഏതൊരു ബന്ധുക്കളായ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ, അവരിതാ മരിക്കാൻ തയ്യാറായി യുദ്ധമുഖത്ത് വന്നു നിൽക്കുന്നു. പ്രമുഖേ അവസ്ഥിതാഹ, എന്റെ തൊട്ടു മുമ്പിൽ ഇതാ വന്നു നിൽക്കുന്നു. ഇവരെ കൊന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ അർജുനൻ പുലമ്പുന്നു. ഒന്നുകൂടെ ഉദാത്ത ചിന്തകൾ അവതരിപ്പിക്കുന്നവനെ പോലെ, വിശാല ഹൃദയനെ പോലെ അർജുനൻ തന്റെ വീക്ക്നെസ്സിനെ മറച്ച് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഇനി അടുത്ത 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. പുച്ഛത്തോടുകൂടെ നോക്കുന്നുണ്ടാവും അർജുനനെ. അർജുനന്റെ ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഒരു കൂസലുമില്ലാതെ പിന്നെയും അതേ ഭാവത്തിൽ അർജുനനെ ശാസിക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പ്രോബ്ലം വരണം, നോക്കാം. അർജുനനെ ശാസിക്കുന്ന രീതിയിൽ, യുദ്ധത്തിന് നിർബന്ധിക്കുന്ന രീതിയിൽ, പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഭഗവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അർജുനൻ കൂടുതൽ വിവശനായിക്കൊണ്ട് സത്യസന്ധനായി തനിക്ക് എന്താ പറ്റിയത് എന്ന് പറയുന്നത്. തനിക്കൊരു കാര്യം തീരുമാനിക്കാൻ പറ്റുന്നില്ല.
എന്താണ് ചെയ്യേണ്ടത് എന്ന്, എന്താണ് തൻ്റെ കർത്തവ്യം എന്ന് നിശ്ചയിക്കാനാവുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ്. തൻ്റെ മൗഢ്യത്തെ അംഗീകരിക്കുകയാണ്. തനിക്ക് ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് അവതരിപ്പിക്കുകയാണ്. അതാണ് അടുത്ത 2 ശ്ലോകങ്ങൾ. 7ഉം 8ഉം ശ്ലോകങ്ങൾ ഒന്നിച്ചു നോക്കാം. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോഗമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വം പ്രപന്നം നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോഗമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നവൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. അർജുനൻ വളരെ ദൈന്യഭാവത്തിൽ ഭഗവാനോട് കെഞ്ചുകയാണ്. തൻ്റെ നിസ്സഹായത നല്ലതുപോലെ വെളിപ്പെടുത്തുകയാണ്. സ്വയം പറയുന്നു, കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യത് ശ്രേയഃ സ്യാത് നിശ്ചിതം ബ്രൂഹി തത് മേ ശിഷ്യഃ തേ അഹം ശാധിമാം ത്വാം പ്രപന്നം. അർജുനൻ ഭഗവത്ഗീത കേൾക്കാൻ തയ്യാറായി എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു പ്രത്യക്ഷമായിട്ടുള്ള ശ്ലോകമാണിത്. ഇതുവരെയ്ക്ക് അർജുനൻ ഭഗവാനോട് ഉപദേശം ചോദിച്ചിട്ടില്ല. സ്വയം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. താൻ പറയുന്നതൊക്കെ ശരി തന്നെയാണെന്നുള്ള ഭാവത്തിൽ. വളരെ ഉദാരഹൃദയനാണ് താൻ, പണ്ഡിതനാണ്, മഹാനാണ്, എന്നെപ്പോലെ അറിവുള്ളവൻ ആരുമില്ല എന്ന മട്ടില് അർജുനൻ സ്വയം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രസംഗമൊന്നും ഭഗവാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് കശ്മലം എന്ന് പറഞ്ഞതുകൊണ്ടും ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ക്ലൈബ്യം മാസ്മകമഃപാർത്ഥ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടും തന്റെ പാണ്ഡിത്യം, തന്റെ ഉദാരത, തന്റെ പ്രസംഗം ഭഗവാൻ നിരാകരിച്ചിരിക്കുന്നു. ഭഗവാൻ ഇതൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല, തന്റെ വാദങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന് ബോധ്യം വന്നു. ഇപ്പോഴും താൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ഒന്നും മിണ്ടുന്നില്ല. അർജുനനെ യുദ്ധരംഗത്തുനിന്ന് അകറ്റി കൊണ്ടുപോകുന്നുമില്ല. യുദ്ധം ചെയ്യിക്കാൻ തന്നെ ഒരുപെട്ടിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചുറ്റുഭാഗത്ത് നടക്കുന്ന യുദ്ധം അർജുനനെ വ്യാകുലപ്പെടുത്തുന്നുണ്ടാവും. അവിടെയൊക്കെ മറ്റുള്ളവരൊക്കെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. താൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്? തനിക്ക് എന്താ ഒരു അസ്ത്രമെടുത്ത് തൊടുക്കാൻ കഴിയാത്തത്? എന്താ ഈ ഗാണ്ഡീവം തനിക്ക് പൊക്കാൻ പറ്റാത്തത്? ആ ഒരു അപകർഷതാബോധം എന്ന് വേണം പറയാം, അല്ലെങ്കിൽ കുറ്റബോധം, ഏതൊക്കെയോ ബോധങ്ങള് അർജുനനെ കിടന്നിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ആ അസ്വസ്ഥതയാണ് അർജുനൻ ഇവിടെ ദൈന്യഭാവത്തില് ഭഗവാന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത്. അഹം കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ. അഹം ഞാൻ കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ. കാർപ്പണ്യദോഷത്താൽ എന്റെ സ്വഭാവം മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അർജുനന്റെ സ്വഭാവം. അർജുനന്റെ യഥാർത്ഥ സ്വഭാവം, ക്ഷത്രിയ സ്വഭാവം, വീര്യം, സ്ഥൈര്യം, ഉത്സാഹം, അങ്ങനെയുള്ള ജിഷ്ണുത്വം, അല്ലെ, ജയം മാത്രം ശീലമായിരിക്കുന്ന വീരനായിട്ടുള്ള അർജുനന്റെ ആ സ്വഭാവം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു, മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത് കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ. കാർപ്പണ്യം എന്ന ദോഷം കൊണ്ട് എന്റെ സ്വഭാവം മൂടപ്പെട്ടിരിക്കുന്നു. ഒരു ഗ്രഹണം ബാധിച്ച സൂര്യചന്ദ്രനെ പോലെ, സൂര്യനെയോ ചന്ദ്രനെയോ പോലെ എന്റെ ബുദ്ധിക്ക് എന്തെന്നില്ലാത്ത ഒരു ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. എന്റെ ബുദ്ധി ക്ലൗഡഡ് ആയിരിക്കുന്നു. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഈ കാർപ്പണ്യ ദോഷം എന്നുള്ള ദോഷം എന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് അർജുനൻ തന്നെ സ്വയം പറയാണ്. ഒരു ദോഷമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്താണ് കാർപ്പണ്യ ദോഷം? കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ കൃപണന്റെ ഭാവം. കൃപണൻ എന്ന് പറഞ്ഞാൽ ദീനൻ, ദരിദ്രൻ, ദയ അർഹിക്കുന്നവൻ. സമൂഹത്തിൽ മറ്റുള്ളവരുടെയൊക്കെ ദയയ്ക്ക്, സിമ്പതിക്ക് പാത്രമാവുന്ന ആളുകളെയാണ് കൃപണൻ എന്ന് പറയുക. അത് പല കാരണങ്ങളെ കൊണ്ടാവാം. ദാരിദ്ര്യം കൊണ്ട് ഒരാൾ കൃപണൻ എന്ന് വിളിക്കപ്പെടാം. ദാരിദ്ര്യം കൊണ്ടാണ് പ്രധാനമായിട്ട് ഒരാളെ കൃപണൻ എന്ന് പറയുക. ഒന്നുമില്ലാത്ത ദരിദ്രനെ കൃപണൻ എന്ന് ധാരാളം സംസ്കൃത സാഹിത്യങ്ങളിൽ പ്രയോഗിച്ച് കാണാം. കയ്യിൽ 10 പൈസ ഇല്ല, ദരിദ്രനാണ്, പൂർണ്ണ ദരിദ്രവാസി. അങ്ങനെയുള്ള ഒരാളെ കൃപണൻ എന്ന് വിളിക്കും. പിച്ചക്കാരനെ കൃപണൻ എന്ന് വിളിക്കും. മറ്റുള്ളവരുടെ സിമ്പതി അർഹിക്കുന്നു. കൃപ അർഹിക്കുന്നവനാണ് കൃപണൻ. ദയ അർഹിക്കുന്നവൻ, സിമ്പതിക്ക് പാത്രമായിരിക്കുന്നവൻ. ഇത് സാധാരണ അർത്ഥത്തില് പിച്ചക്കാരനും ദരിദ്രവാസിയും പിശുക്കനും കൃപണനാണ്. ധനമുണ്ടായിട്ടും സ്വന്തം സുഖത്തിനോ മറ്റുള്ളവർക്കോ പ്രയോജനപ്പെടുത്താത്ത ധനം. അപ്പൊ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഉള്ളതിനെ അയാള് എവിടെയൊക്കെയോ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അയാള് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ആ നിധിക്ക് കാവൽ മാത്രം ഇരിക്കുകയാണ്. ആ നിധിയെ അനുഭവിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. ധാരാളം വസ്ത്രങ്ങൾ പെട്ടിയിലുണ്ട്. അയാൾ കീറ തോർത്തുമുണ്ട് കൊടുത്ത് നടക്കുന്നു. നല്ലോണം കഴിക്കാനുള്ള ഭക്ഷണങ്ങളുണ്ട്. പക്ഷെ അയാൾ പഴയതും നാറിയതും മാത്രം കഴിക്കുന്നു. അല്പാഹാരം കഴിക്കുന്നു. എന്തുകൊണ്ട്? മറ്റത് തീർന്നു പോയാലോ എന്ന് പേടിച്ചിട്ട്. ധരിക്കാൻ ധാരാളം പാദരക്ഷകളുണ്ട്. പക്ഷേ നഗ്നപാതനായി നടക്കുന്നു, ചെരുപ്പ് തേഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. മഴയത്തും വെയിലത്തും പിടിക്കാൻ കുടയൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ട് വെയിലും മഴയും കൊണ്ട് നടക്കണു. കാണുമ്പോ ആരാണെങ്കിലും പറഞ്ഞു പോയില്ലേ, എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാളെ നോക്കിയിട്ട് സമൂഹം എന്താ പറയുക? അയ്യോ പാവം തന്നെ കേട്ടോ, കഷ്ടം, എന്തൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം, അയാൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ടോ നോക്ക് എന്ന് പറയും. അങ്ങനെയുള്ള പിശുക്കന്മാര് കൃപണന്മാരാണ്. ഉണ്ടായിട്ടും അനുഭവിക്കാൻ കഴിയാത്തവർ. അപ്പൊ ഇങ്ങനെയൊക്കെ അർത്ഥത്തില് കൃപണ ശബ്ദം. അപ്പൊ അതുപോലൊരു ദൈന്യമാണ് അർജുനനെ ഇപ്പൊ ബാധിച്ചിരിക്കുന്നത്. തൻ്റെ
സ്വവശത്ത് നിൽക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വതന്ത്രനായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം അവശനായി കുഴഞ്ഞു വീണിരിക്കുന്നു. അതാണ് ഇവിടെ കാർപ്പണ്യദോഷ അപഹത സ്വഭാവ അല്ലെങ്കിൽ ഉപഹത സ്വഭാവ എന്ന് പറയുന്നത്. കാർപ്പണ്യദോഷത്താൽ സ്വഭാവം നഷ്ടപ്പെട്ടവനായി അർജുനന്റെ അർജുനത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വിജയനും ധനഞ്ജയനും കിരീടിയും ഗാന്ധീവിയും മറ്റുള്ളവരെയൊക്കെ ഭയപ്പെടുത്തുന്ന പരന്തപനും അങ്ങനെ എല്ലാ നല്ല പേരുകൾ, അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള അർജുനൻ ഇപ്പോ വിവശനായി മറ്റുള്ളവരുടെ ദയക്ക് കാത്തു നിൽക്കുന്നു, സിമ്പതിക്ക് പാത്രമായിരിക്കുന്നു. സ്വയം പറയണം, കാർപ്പണ്യദോഷോപഹത സ്വഭാവ, കാർപ്പണ്യദോഷത്താൽ സ്വഭാവം മറയ്ക്കപ്പെട്ടവനായി, നഷ്ടപ്പെട്ടവനായി ഞാൻ നിൽക്കുന്നു. എനിക്കിപ്പോ ഒന്നിനും സാധിക്കുന്നില്ല, ശക്തിയില്ല. അപ്പൊ ഇവിടെ മമത കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ ദൈന്യം വന്നിരിക്കുന്നത്. അറിവില്ലായ്മ കൊണ്ടാണ് ഈ ദൈന്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുന്നാണ് ഈ ദൈന്യം വന്നിരിക്കുന്നതെന്ന് വ്യക്തമല്ല അദ്ദേഹത്തിന്. തൻ്റെ ഉള്ളിലുള്ള മമതയാണ്, തൻ്റെ ധർമ്മത്തെക്കുറിച്ചിട്ടുള്ള ശരിയായ അറിവില്ലായ്മയാണ് തൻ്റെ ഈ അവശതയ്ക്ക് കാരണം എന്ന് നല്ലപോലെ വ്യക്തമാകുന്നില്ല. എങ്കിലും മനസ്സിലാവുന്നുണ്ട്, കുറേയൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ പറയണു, പൃച്ഛാമിത്വാം ധർമ്മ സമ്മൂഢചേതാഹ, അഹം ത്വാം പൃച്ഛാമി, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. ഞാൻ എങ്ങനെയുള്ളവനാണ് ഇപ്പോ? ധർമ്മ സമ്മൂഢചേതാഹ, ധർമ്മത്തെക്കുറിച്ച് സമ്യക്കായി മൂഢചേതസ്സാണ് ഞാൻ. എന്റെ ചേതസ്, എന്റെ അന്ധക്കരണം മോഹിച്ചിരിക്കണു, കൺഫ്യൂസ്ഡ് ആയിരിക്കണു. എന്താണ് എന്റെ ധർമ്മം, എന്താണ് ഞാൻ ചെയ്യേണ്ട കർത്തവ്യം എന്നെനിക്ക് കൃത്യമായിട്ട് നിശ്ചയിക്കാൻ ആവുന്നില്ല. I cannot decide on my own what is to be done here, what is my duty. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു നിശ്ചയം ഉണ്ടാവുന്നില്ല. ധർമ്മ സമ്മൂഢ ചേതാഹ ത്വാം പൃച്ഛാമി, ഞാൻ അങ്ങയോട് പ്രശ്നം ചെയ്യുന്നു, ചോദിക്കുന്നു. യത് ശ്രേയഃ സ്യാത്, ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി. യത് ശ്രേയഃ സ്യാത്, എന്താണ് എനിക്ക് ശ്രേയസ്സിനുള്ള മാർഗം, എന്റെ നന്മയ്ക്കുള്ള മാർഗം ഏതാണ്, എനിക്ക് എങ്ങനെയായാൽ ശ്രേയസ് ഉണ്ടാവും? നിശ്ചിതം ബ്രൂഹി തത് മേ, തത് മേ നിശ്ചിതം ബ്രൂഹി, അതെനിക്ക് ഉറപ്പിച്ചു പറഞ്ഞു തരൂ, നിശ്ചയിച്ചു പറഞ്ഞു തരൂ. എനിക്ക് നിശ്ചയിക്കാൻ എന്റെ സ്വന്തം കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ മൂഢചേതസ്സായിരിക്കുന്നു. അതുകൊണ്ട് നിശ്ചയിച്ച് പറഞ്ഞു തരൂ, ഏതാണ് എനിക്ക് ശ്രേയസ്സിനുള്ള പ്രവൃത്തി, എന്റെ ശ്രേയോ മാർഗം ഏതാണ്, അത് നിശ്ചയിച്ച് പറഞ്ഞു തരൂ. ശിഷ്യഃ തേ അഹം, തേ അഹം ശിഷ്യഃ, ഞാനിതാ അങ്ങയുടെ ശിക്ഷണത്തിന് പാത്രീഭവിച്ചുകൊണ്ട് അങ്ങെന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അങ്ങയാൽ ഉപദേശിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് എന്നെ ഉപദേശിക്കുക, ഞാൻ അനുസരിക്കും. അങ്ങ് എനിക്ക് ഗുരുഭാവത്തിൽ എന്നെ ഉപദേശിക്കണം, ഞാനിതാ ശിഷ്യനായിരിക്കുന്നു, വഴങ്ങിത്തരുന്നു, അങ്ങയുടെ മുമ്പിൽ ഇതാ സമർപ്പിക്കുന്നു. ശാദി മാം ത്വാം പ്രപന്നം, ത്വാം പ്രപന്നം മാം ശാധി, ത്വാം പ്രപന്നം, അങ്ങയെ ശരണം പ്രാപിച്ചവനായ എന്നോട്. പ്രപന്നം എന്ന് പറഞ്ഞാൽ പ്രപത്തി, പ്രകർഷേണ വന്ന് പതിക്കുക, ശരണം പ്രാപിക്കുക. അങ്ങനെ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നവനായ എന്നോട് എന്നെ ശാധി, ശാധി എന്ന് പറഞ്ഞാൽ ശാസിച്ചാലും, ശാസ എന്നുള്ള ധാതുവിന്റെ വേറൊരാള് ശാസിക്കുകയാണെങ്കിൽ ശാസ്തി എന്ന് പറയും. അവൻ സഹ ശാസ്തി, അഹം ശാസ്മി, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു എന്ന് പറയുമ്പോ അഹം ശാസ്മി,
ത്വം ശാധി, അങ്ങനെ ശാസിച്ചാലും എന്ന് പറയാണ്. ശാധി മധ്യമ പുരുഷൻ ഏകവചന ക്രിയ. ത്വം മാം ശാധി, അങ്ങ് എന്നെ ശാസിച്ചാലും എന്നെ ഉപദേശിച്ചാലും എനിക്ക് ശരിയായ മാർഗം പറഞ്ഞു തന്നാലും ഞാനിതാ അങ്ങ് പറയുന്നത് അനുസരിക്കാൻ സന്നദ്ധനായ ശിഷ്യഭാവത്തിൽ ഇതാ അങ്ങയുടെ മുമ്പിൽ പ്രപന്നനായിരിക്കുന്നു, ശരണാഗതനായിരിക്കുന്നു. എന്താണ് എനിക്ക് ശ്രേയസ്കരം എന്നത് എനിക്ക് നിശ്ചയിക്കാനാവണില്ല. ഞാൻ ധർമ്മസമ്മൂഢ ചേതസ്സാണ്. ഞാൻ എൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടവനാണ്, എൻ്റെ സ്വത്വം നഷ്ടപ്പെട്ടവനാണ്, അവശനാണ്, വിവശനാണ്. ഐ കനോട്ട് ഡിസൈഡ് ഓൺ മൈ ഓൺ. എൻ്റെ ബുദ്ധി ഇപ്പൊ സ്ഥിരതയിലല്ല. അതുകൊണ്ട് എനിക്ക് ശ്രേയസ്കരമായത് എന്താണെന്ന് അങ്ങ് ഉപദേശിച്ചാലും യത് ശ്രേയഃ സ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ. അപ്പൊ ഈ ഒരു ശ്ലോകമാണ് ഇതിലേക്ക് എത്തിക്കാനാണ് ഇത്രയും നേരം ഭഗവാൻ കാത്തു നിന്നത്. അർജുനൻ ഇത്രയും നേരം പുലമ്പിയപ്പോഴൊന്നും ഒന്നും മിണ്ടാതെ ഒരു പ്രഹരം മാത്രം കൊടുത്ത്, എവിടെന്ന് കിട്ടി നിനക്ക് ഈ കശ്മലത, നിന്റെ ഈ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് നീ എഴുന്നേൽക്ക് എന്ന് മാത്രം പറഞ്ഞ ആ ഭഗവാൻ അർജുനൻ ഇങ്ങനെ തൻ്റെ മുമ്പിൽ ഉപദേശത്തിന് തയ്യാറായി, കേൾക്കാൻ തയ്യാറായി, വിധേയത്വം പ്രാപിച്ച് ശരണാഗതനാകുമ്പോൾ പറയാം എന്ന് വെച്ച് കാത്തിരിക്കുകയാണ്. ഇതിനെയാണ് ഗുരൂപസക്തി എന്ന് പറയുക. ഗുരൂപസക്തി. ഗുരൂപസക്തി എന്ന് പറഞ്ഞാൽ ഗുരുവിനെ ഉപസദിക്കുക എന്ന് പറഞ്ഞാൽ സമീപിക്കുക. അതിന് വേദങ്ങളിൽ ശാസ്ത്രങ്ങളിലൊക്കെ വിധിയുണ്ട് എങ്ങനെ വേണം ഒരു ഗുരുവിനെ സമീപിക്കാനെന്ന്. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും വിധിപ്രകാരം സമീപിക്കാൻ പറ്റിയ അവസ്ഥയല്ല. യുദ്ധരംഗത്താണ്. ഉപനിഷത്ത് പറയുന്നുണ്ട്, തദ് വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ആ തത്വത്തെ അറിയാനായിക്കൊണ്ട് സമിത്പാണിയായി ചമത കയ്യിൽ ധരിച്ചുകൊണ്ട് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഗുരുവിനെ ചെന്ന് ശരണം പ്രാപിക്കണം. എന്ത് നേടിയാലാണ് ജന്മസാഫല്യം നേടുക എന്നറിയാനായിട്ട് ഗുരുവിനെ പ്രാപിക്കണം എന്ന് ഉപനിഷത്ത്, മുണ്ടകോപനിഷത്ത് പറയുന്നു. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ നിർവേദമായാത് നാസ്ത്യകൃതകൃതേന തദ് വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. എങ്ങനെയാണ് ഗുരുവിനെ സമീപിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ പ്രകാരത്തിലൊന്നും അല്ലെങ്കിലും, ആ ബാഹ്യ ചിഹ്നങ്ങളൊന്നും അതുപോലെ ഇല്ലെങ്കിലും ആന്തരികമായി അർജുനൻ ആ പാകത വന്നു. ഇപ്പോ ആന്തരികമായി കൃഷ്ണനിൽ ബഹുമാനമുണ്ടായി. തൻ്റെ കൂട്ടുകാരൻ, തൻ്റെ മാതുലേയൻ, തന്നേക്കാൾ മോശമായ കുലത്തിൽ ജനിച്ചവൻ എന്നൊക്കെയുള്ള ആ കൃഷ്ണനോടുള്ള നീചഭാവം മാറി ഉള്ളില് ആശ്രയഭാവം, ബഹുമാനം ഒക്കെ വന്നിരിക്കുകയാണ്. വേറെ ആരും തനിക്കിനി ഉപദേശിക്കാൻ ഇല്ല, വേറെ ആരും തനിക്കിപ്പോ ആശ്രയമില്ല എന്ന മട്ടില് ഒരു ശരണാഗതി അദ്ദേഹത്തിന്റെ ഉള്ളില് ഉണ്ടായിരിക്കുകയാണ്. ഈ കൃഷ്ണനെ തന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ഭാവം, ആശ്രയഭാവം വന്നതാണ്. ത്വാം പ്രപന്നം, അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ അനുശാസിച്ചാലും ശാധി മാം തേ ശിഷ്യ അഹം, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ അർജുനൻ അറിഞ്ഞോ അറിയാതെയോ കാർപ്പണ്യദോഷം എന്നൊരു ദോഷത്തെക്കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ട് കാർപ്പണ്യദോഷം, എന്തുകൊണ്ട് ഈ ഒരു ദൈന്യം അർജുനന് വന്നുപെട്ടു എന്നാണെങ്കിൽ അറിയേണ്ടത് അറിയാത്തത് തന്നെയാണ്. ജീവിതത്തിൽ വിദ്യാഭ്യാസമൊക്കെ കുറെ ചെയ്തിട്ടുണ്ട് അർജുനൻ. പല വിഷയങ്ങളിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. ഭൗതിക വിദ്യകളിലൊക്കെ പാരംഗതനാണ്.
സകലകലാ വല്ലഭനാണ്. ആയുധവിദ്യയില് ഉപമയില്ല അർജുനന്. അതുപോലെ മറ്റ് ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുണ്ട്. ഭൗതിക ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, മര്യാദകൾ, ആചാരാനുഷ്ഠാനങ്ങൾ. അതുപോലെ നല്ല സംഗീതജ്ഞനാണ്, നല്ല നൃത്ത അധ്യാപകനാണെന്ന് തെളിയിച്ചതാണല്ലോ അല്ലേ? വിരാട രാജധാനിയിലെ അജ്ഞാതവാസകാലത്ത് ബൃഹന്നളയായി തന്നിലെ കലാവല്ലഭനെ, നൃത്താധ്യാപകനെ പ്രകടിപ്പിച്ചതാണ്. സുന്ദരനാണ്, വീരനാണ്, പുരുഷോത്തമനാണ്, എല്ലാം തികഞ്ഞ ആളാണ്. മിക്കവാറും എല്ലാ വിഷയത്തിലും, ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒന്നാമൻ തന്നെയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ ഒരു മനുഷ്യൻ ഒന്നും നേടുന്നില്ല. അതൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. മറ്റേ ആദിശങ്കര ഭഗവത്പാദര് ഭജഗോവിന്ദത്തിൽ പറയും പോലെ തന്നെ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞ് കരണേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞ് കരണേ. ഡുകൃഞ്ഞ് കരണേ, ഡുകൃഞ്ഞ് കരണേ എന്ന് പറഞ്ഞ സംസ്കൃത വ്യാകരണം പഠിച്ചുകൊണ്ടിരുന്ന ആ വയസ്സനെ നോക്കി ആചാര്യ ഭഗവത്പാദർ പറഞ്ഞില്ലേ, മൂഢമതേ, ഇതും പറഞ്ഞുകൊണ്ടിരുന്നാൽ യമൻ വരുമ്പോ ഒരു രക്ഷയുണ്ടാവില്ല. അപ്പൊ ബാക്കി ഭൗതികമായിട്ടുള്ള ഏത് വിഷയങ്ങളിലുള്ള പാണ്ഡിത്യവും മരണം വന്നെടുക്കുമ്പോ രക്ഷിക്കില്ല നമ്മളെ. ഒരു അത്യാപത്ത് വരുമ്പോ അതൊന്നും നമ്മളെ സഹായിക്കില്ല. നമ്മൾ നിസ്സഹായരായി പോകും, ഡിപ്രസ്ഡ് ആയി പോകും. അപ്പൊ എപ്പോഴും ഏത് ദുരിതങ്ങളുടെ നടുവിലും, ഏത് പരീക്ഷണ ഘട്ടത്തിലും, എത്ര വലിയ സംഘർഷത്തിന്റെ മുമ്പിലും നട്ടെല്ല് നിവർത്തി, തല ഉയർത്തി, നെഞ്ചു വിരിച്ച് തൻ്റെ ഇടത്തോടുകൂടെ നിൽക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ അയാളുടെ ഉള്ളില് ആത്മബോധം വേണം. ആത്മജ്ഞാനം വേണം. ആ ആത്മജ്ഞാനമില്ലാത്തവരൊക്കെയാണ് കൃപണന്മാർ. അതാണ് ഉപനിഷത്ത് പറയുന്നത്, വേദം പറയുന്നത്. ആരാണ് കൃപണൻ എന്ന ചോദ്യത്തിന് യജുർവേദത്തിൽ, ശുക്ല യജുർവേദത്തിൽ, ബൃഹദാരണ്യക ഉപനിഷത്തിൽ യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നുണ്ട്. ആരാണ് കൃപണൻ എന്ന ചോദ്യത്തിന്, യോവാ ഗാർഗി അക്ഷരം അവിദിത്വ അസ്മാത് ലോകാത് പ്രയതേ സയേവ കൃപണഃ. ഗാർഗി എന്ന തന്റെ പത്നിയോട് പറയണ, യോവാ ഗാർഗി, ഹേ ഗാർഗി, യോവ ആരാണോ, യോ വൈ ഏതൊരുവനാണോ നിശ്ചയമായും അക്ഷരം അവിദിത്വ അക്ഷരത്തെ അറിയാതെ, അക്ഷരമെന്നാൽ ക്ഷരരഹിതമായതിനെ, നാശരഹിതമായതിനെ, ആത്മസ്വരൂപത്തെ അവിദിത്വ അറിയാതെ, അസ്മാത് ലോകാത് പ്രയതി ഈ ലോകത്തിൽ നിന്ന് പോകുന്നത്, മനുഷ്യ ശരീരം കിട്ടി, മനുഷ്യ ജന്മം കിട്ടി, ഈ നശിക്കാത്തതായിട്ടുള്ള ആത്മസ്വരൂപത്തെ അറിയാതെ ആരാണോ ഇവിടുന്ന് പോകുന്നത്, സയേവ കൃപണഃ അവനാണ് കൃപണൻ. അവൻ ദയ അർഹിക്കുന്നു. കാരണം അവൻ ദരിദ്രരിൽ ദരിദ്രനാണ്, പിച്ചക്കാരിൽ പിച്ചക്കാരനാണ്, പിശുക്കനിൽ പിശുക്കനാണ്. ഞാൻ എന്താ പറഞ്ഞ മുമ്പ്, കൃപണ ശബ്ദത്തിന്റെ സാധാരണ അർത്ഥങ്ങള് ദരിദ്രൻ, പിച്ചക്കാരൻ, പിശുക്കൻ എന്നൊക്കെയാണ്. ഇവിടെ വാസ്തവത്തിൽ ആരാണ് യഥാർത്ഥ പിച്ചക്കാരൻ, യഥാർത്ഥ പിശുക്കൻ? യഥാർത്ഥ പിശുക്കൻ ആരാണ്? ആത്മാവിനെ അറിയാതെ ഇവിടുന്ന് പോകുന്ന ഓരോരുത്തരുമാണ് പിശുക്കൻ. എന്താ അവനെ പിശുക്കൻ എന്ന് വിളിക്കാൻ കാരണം? ഇത്രയും അമൂല്യമായ നിധി, മനുഷ്യ ജന്മം, മനുഷ്യ ശരീരം, അത്ഭുതമായിട്ടുള്ള നിധി,
വിലമതിയാനാവാത്ത നിധി. ഈ നിധി കിട്ടിയിട്ട് ഇതുകൊണ്ട് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു ആനന്ദമുണ്ട്. ഇതുകൊണ്ട് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ആനന്ദം മറ്റൊരു ജന്മത്തിലും സാധിക്കാത്തത്. ആനയായിട്ടും പന്നിയായിട്ടും കുതിരയായിട്ടും പക്ഷികളായിട്ടും ജലജന്തുക്കളായിട്ടും ഒന്നും കാര്യമില്ല. അവർക്കൊന്നും അറിയാൻ കഴിയില്ല. ഈ മനുഷ്യജന്മം എന്ന വിവേക ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള ആത്മാവിനെ അറിയുവാൻ യോഗ്യമായിട്ടുള്ള ഈ ധനം കിട്ടിയിട്ട് ഇതിനെ വേണ്ട രീതിയിൽ വിനിയോഗം ചെയ്യാതെ, ഇതുകൊണ്ട് അനുഭവിക്കേണ്ടത് അനുഭവിക്കാതെ, ഒരു ക്ഷുദ്രമായ പന്നിയെ പോലെ, ഒരു പുഴുവിനെ പോലെ ജീവിക്കുന്നവൻ, ഇത്രയും വലിയ ധനം കയ്യിൽ വെച്ചിട്ട് ഒരു പുഴുവിനെ പോലെ ജീവിക്കുന്നവൻ പിശുക്കനാണോ? ഈ ധനത്തെ വിനിയോഗം ചെയ്യാതെ, ഇതുകൊണ്ട് നേടേണ്ടത് നേടാതെ പുഴുവിനെക്കാളും മോശമായിട്ട് ജീവിക്കുന്നവൻ, മുമ്പേ പറഞ്ഞ ധാരാളം വസ്ത്രം വാങ്ങിക്കാൻ കഴിവുണ്ടായിട്ടും വസ്ത്രങ്ങൾ പെട്ടിക്കകത്ത് ഉണ്ടായിട്ടും കീറിയ തോർത്തുമുണ്ട് കൊടുത്ത് നടക്കുന്നവനെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. ഈ ആത്മജ്ഞാനം നേടാതെ ഈ മനുഷ്യ ജന്മം കൊണ്ട് ഈ ജീവിതം പാഴാക്കി കളയുമ്പോൾ, ഈ മനുഷ്യജന്മം എന്ന അമൂല്യമായിട്ടുള്ള ഈ ജന്മം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ് നമ്മുടെ അക്ഷരമായിട്ടുള്ള ഭാവത്തെ, ആത്മസ്വരൂപത്തെ അറിയുവാനുള്ള സാമർഥ്യം. അപ്പൊ ഇത്രയും സാധിക്കുന്ന, ഇത്രയും യോഗ്യതയുള്ള അമൂല്യമായ ഈ നിധി കിട്ടിയിട്ട് ഒരു അല്പം പോലും അനുഭവിക്കാതെ പുഴുവിനെ പോലെ ജീവിച്ചാൽ പിന്നെ അവനെ പിശുക്കൻ എന്നല്ലാതെ എന്താ വിളിക്കുക? ഈശ്വരൻ തന്ന ഈ നിധിയെ ഉപയോഗിക്കാതെ പാഴാക്കിക്കളയുക, അവൻ പിശുക്കനല്ലേ? അവൻ ദരിദ്രനല്ലേ? അവൻ പിച്ചക്കാരനല്ലേ? അവൻ ദയ അർഹിക്കുന്നില്ലേ? അതാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞത്, യോവാ ഗാർഗി അക്ഷരം അവിദിത്വ അസ്മാത് ലോകാത് പ്രയതി സയേവ കൃപണഃ. അപ്പൊ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഇതുപോലെയുള്ള ഒരു കാർപ്പണ്യ അവസ്ഥയെ പ്രാപിക്കും, കൃപണന്റെ അവസ്ഥയെ പ്രാപിക്കും. എപ്പോഴാണ് നമുക്ക് അർജുനനെ പോലൊരു അവസ്ഥ വരിക എന്ന് പറയാൻ പറ്റില്ല. അത് വരാതിരിക്കണമെങ്കിൽ അറിയേണ്ടതറിയണം, അക്ഷരത്തെ അറിയണം, അവനവനെ അറിയണം, ആത്മസ്വരൂപത്തെ അറിയണം, അവനവന്റെ മഹിമ അറിയണം. അവനവന്റെ മഹിമയെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചാലും ഭഗവാൻ നിൽക്കുന്നത് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയും. ഭഗവാന്റെ ചുണ്ടിലെ പുഞ്ചിരി ഒരിക്കലും മാഞ്ഞിട്ടില്ല. അവസാനം വേടന്റെ അമ്പേറ്റ്, കാലിൽ വേടന്റെ അമ്പേറ്റ് തന്റെ ശരീരം ഉപേക്ഷിക്കുമ്പോഴും ഭഗവാൻ പുഞ്ചിരി മാഞ്ഞിട്ടില്ല. കാരാഗ്രഹത്തിൽ, കംസന്റെ കാരാഗ്രഹത്തിൽ ജനിക്കുമ്പോഴും പുഞ്ചിരിയോടുകൂടി ജനിച്ചു. ജീവിതത്തിൽ കൃഷ്ണനെ പോലെ പരീക്ഷണങ്ങളും സംഘർഷങ്ങളും ദുരിതങ്ങളും നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല. അത്രയും സംഘർഷഭരിതമായിരുന്നു ജീവിതം. എന്നിട്ടും ഒരിക്കൽ പോലും പുഞ്ചിരി മാഞ്ഞിട്ടില്ല. ആ പുഞ്ചിരിയുടെ രഹസ്യം എന്താണ്? ആ പുഞ്ചിരി എവിടുന്നുണ്ടാവുന്നതാണ്? ആ പുഞ്ചിരിയുടെ ഉറവിടമാണ് ഭഗവാന്റെ ജ്ഞാനം, ആത്മജ്ഞാനം, ആത്മബോധം. അച്യുതൻ എന്ന ഭഗവാന്റെ നാമം. ഒരിക്കലും സ്വരൂപത്തിൽ ച്യുതിയില്ലാത്തവൻ, സ്വരൂപ വിസ്മൃതിയില്ലാത്തവൻ, തന്നെ മറക്കാത്തവൻ, തന്റെ സ്വരൂപം ബ്രഹ്മസ്വരൂപമാണെന്ന ബോധം എപ്പോഴും ഉള്ളവൻ. അതാണ് ഭഗവാന്റെ സ്വരൂപം. അതുകൊണ്ട് ഭഗവാന് ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും ഒരിക്കലും കരയേണ്ടി വന്നിട്ടില്ല, ഒരിക്കലും വിലപിക്കേണ്ടി വന്നിട്ടില്ല, ആരോടും ആവലാതി പറഞ്ഞിട്ടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് തല ഉയർത്തി നിന്നു. ആ ഭഗവാന്റെ
ജ്ഞാനം അതുതന്നെയാണ് ഗീതയിലൂടെ ഭഗവാൻ അർജുനനും നമുക്കും എല്ലാവർക്കും തരുന്നത്. ഈ അറിവ് സ്വായത്തമാക്കിയാൽ ഏത് സംഘർഷത്തിലും, ഏത് പരീക്ഷണഘട്ടത്തിലും, ഏത് സമ്മർദ്ദത്തിലും, ഏത് ദുരിതങ്ങളുടെ നടുവിലും നമ്മൾക്ക് ഈ കാർപ്പണ്യദോഷം ബാധിക്കാതെ, ദീനത ബാധിക്കാതെ, മറ്റുള്ളവരുടെ സിമ്പതിക്ക് പാത്രമാവാതെ, അയ്യോഭാവമാവാതെ, ദീനനാവാതെ, എത്ര ശാരീരികമായിട്ടുള്ള അവശത ഉണ്ടെങ്കിൽ പോലും, സാമ്പത്തികമായിട്ടുള്ള പരാധീനതയുണ്ടെങ്കിൽ പോലും അതിലൊന്നും കുലുങ്ങാതെ മറ്റുള്ളവർക്ക് ആശ്രയിക്കാവുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വം ഉണ്ടാവും. ഒരിക്കലും ഈ കാർപ്പണ്യദോഷം ബാധിക്കില്ല. അല്ല, ഈ ഒരു അറിവ് നേടിയിട്ടില്ല, നിങ്ങൾ ലോകത്തിൽ എന്തു തന്നെ നേടിയാലും ഈ അർജുനനെ പോലെ ഈ കാർപ്പണ്യദോഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകാൻ പോകുന്നില്ല. അപ്പൊ ഏതാ വേണ്ടത്? ഏത് വിദ്യയാണ് വേണ്ടത്? ഭൗതികമായ വിദ്യകളൊക്കെ നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ, ജീവിതം സുഗമമാക്കാൻ സഹായിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വേദങ്ങൾ നമ്മളോട് പറഞ്ഞു, ദ്വേ വിദ്യേ വേദിതവ്യേ. രണ്ട് വിദ്യകൾ കർത്തവ്യതയാ നേടേണ്ടതാണ്, അറിയേണ്ടതാണ്. പരാച അപരാച, പരാവിദ്യയും അപരാവിദ്യയും രണ്ട് വിദ്യയും നിങ്ങൾ നേടണം, അറിയണം, സമ്പാദിക്കണം. അതിൽ അപരാവിദ്യ എന്ന് പറയുന്നത് ലോക വ്യവഹാരത്തിനുള്ളതാണ്, ലോക ജീവിതം സുഖപ്രദമാക്കാനുള്ളതാണ്. വ്യവഹാരം നന്നാവാനാണ് അപരാവിദ്യ. പരാവിദ്യ അവനവനെ അറിയുന്ന വിദ്യയാണ്. അവനവന്റെ നാശരഹിതമായിട്ടുള്ള ആ ഭാവത്തെ അറിയുന്നതാണ്. പരാവിദ്യയ്ക്ക് ഉപനിഷത്ത് കൊടുത്ത നിർവചനം അതാണ്. പരാതു യയാ തദക്ഷരം അഭിഗമ്യതേ. പരാവിദ്യ എന്ന് പറഞ്ഞാൽ അക്ഷരം അഭിഗമ്യതേ, അക്ഷരത്തെ, നാശരഹിതമായതിനെ പ്രാപിപ്പിക്കുന്ന വിദ്യയാണ് പരാവിദ്യ. അപരാവിദ്യ മറ്റ് ശാസ്ത്രങ്ങളൊക്കെ, ഭൗതിക നേട്ടങ്ങൾക്കുള്ള എല്ലാ വിദ്യകളും അപരാവിദ്യ. അപ്പൊ അപരാവിദ്യ കൊണ്ടൊരു മനുഷ്യൻ പൂർണ്ണനാവുന്നില്ല. പരാവിദ്യയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. അപരാവിദ്യ വേണ്ടത്രയേ വേണ്ടൂ. പരാവിദ്യയാണ് ഒരു മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടത്. ആ പരാവിദ്യ നേടാതെ വേറെ എന്ത് നേടിയിട്ടും പൂർണ്ണനാവുന്നില്ല. അതാണ് ഇവിടെ അർജുനന്റെ അവസ്ഥ. അന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന പുരുഷന്മാരിൽ വെച്ച് ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റഡ്, ദ ബെസ്റ്റ് ക്വാളിഫൈഡ്, ഏറ്റവും എല്ലാ യോഗ്യതകളും തികഞ്ഞ ആളാണ് അർജുനൻ. എല്ലാവർക്കും ഹീറോ ആയിരുന്ന അർജുനൻ. ആ അർജുനൻ ഇങ്ങനെ തകർന്നുവെങ്കിൽ, ഇങ്ങനെ തളർന്നുവെങ്കിൽ, അവശനായെങ്കിൽ എന്തുകൊണ്ട്? അറിയേണ്ടത് അറിയാത്തത് കൊണ്ട്, നേടേണ്ടത് നേടാത്തത് കൊണ്ട്. അതിന്റെ കുറവേ അർജുനനുള്ളൂ. അതിന് പറ്റിയ ആളെ തന്നെ അർജുനൻ ഇവിടെ ശരണം പ്രാപിച്ചിട്ടുണ്ട്, ഭഗവാനെ. അപ്പൊ കാർപ്പണ്യ ദോഷം എന്നുള്ളത് അർജുനൻ അറിഞ്ഞു പറഞ്ഞോ അറിയാതെ പറഞ്ഞോ, അതിന്റെ ഡീപ്പായിട്ടുള്ള അർത്ഥത്തില് ഇതാണ് കാർപ്പണ്യ ദോഷം. കൃപണന്റെ ഭാവം എന്ന് പറഞ്ഞാൽ അറിയേണ്ടതറിയാത്തവൻ. അങ്ങനെയുള്ള ഞാൻ എന്റെ ധർമ്മം എന്തെന്ന് അറിയാൻ പറ്റാതെ ധർമ്മസമ്മൂഢ ചേതസ്സായി ത്വാം പൃച്ഛാമി യത് ശ്രേയഃ സ്യാത്. എന്ത് ചെയ്താൽ എനിക്ക് ശ്രേയസ്സുണ്ടാകും അത് നിശ്ചയിച്ച് പറഞ്ഞു തരൂ. നിശ്ചിതം ബ്രൂഹി തന്മേ. ശ്രേയസ്സാണ് വേണ്ടത് അർജുനന്. ശ്രേയസ്സും പ്രേയസ്സുമുണ്ട്. പ്രേയസ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക സുഖങ്ങളെയാണ് പ്രേയസ് എന്ന് പറയുന്നത്. പ്രിയമായത്,
പ്രിയമെന്നാൽ പ്ലഷറബിൾ, തൽക്കാല സുഖത്തെയാണ് പ്രിയം എന്ന് പറയുന്നത്. ഹിതം അഥവാ ശ്രേയസ് എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടുള്ള നന്മയാണ്. ഒരിക്കലും നശിക്കാത്ത നന്മയെയാണ് ശ്രേയസ്, ഹിതം എന്നെല്ലാം പറയുന്നത്. ഇവിടെ ശ്രേയസിനെയാണ് അദ്ദേഹം ചോദിച്ചത്. ഭാഗ്യം എങ്ങനെയായാൽ എനിക്ക് ശ്രേയസ് ഉണ്ടാവും, എനിക്ക് ശാശ്വതമായ സുഖമുണ്ടാവും, എനിക്ക് പെർമനന്റ് ആയിട്ടുള്ള സ്വസ്ഥതയുണ്ടാകും, എനിക്ക് ശാന്തി ഉണ്ടാകും, അത് എനിക്ക് പറഞ്ഞു തരൂ. ബ്രൂഹി ബ്രൂഹി ത്വം ബ്രൂഹി, അത് പറഞ്ഞു തരൂ മേ എനിക്കായിക്കൊണ്ട്. ഞാനിതാ അങ്ങയ്ക്ക് ശിഷ്യനായിരിക്കുന്നു. എന്നെ ഉപദേശിച്ചാലും ഷാധി, എന്നെ ശാസിച്ചാലും ഞാനിതാ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ അർജുനന്റെ മൂഢതയെ സമ്മതിച്ചു, അക്സെപ്റ്റ് ചെയ്തു. ഇത് സമ്മതിക്കാത്തിടത്തോളം കാലം നമ്മൾ ശിഷ്യത്വം ആവുന്നില്ല. എനിക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പഠിക്കാനില്ല, ഒരു ഗുരുവും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. നമ്മള് നിറഞ്ഞ പാത്രമാണ്. നിറഞ്ഞ പാത്രത്തിൽ പിന്നെ ആർക്കും ഒന്നും ഒഴിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ നിറഞ്ഞ പാത്രത്തെ ഒഴിച്ച് കാലിയാക്കി കൊണ്ടുപോകണം, വിനയത്തോടു കൂടി പോകണം. നിറഞ്ഞ കപ്പിലേക്ക് പിന്നെയും ഒഴിക്കാൻ പറ്റില്ല. അപ്പോ തുറന്ന മനസ്സോടെ എനിക്ക് അറിവില്ല, എന്നേക്കാൾ അറിവുള്ള ഒരാളെയാണ് ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നത് എന്ന ഭാവം ഉണ്ടാവണം. അപ്പോഴേ വിദ്യ വിളങ്ങുള്ളൂ, അദ്ദേഹത്തിന്റെ ഉപദേശം നമുക്ക് ഫലിക്കുള്ളൂ. ഇവിടെ അർജുനന് ആ ഭാവം ഇപ്പോഴാണ് ഉണ്ടായത്, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴാണ് ഉണ്ടായത്. അപ്പൊ ശിഷ്യത്വമായി അർജുനൻ ശരണം പ്രാപിച്ചു. തുടർന്ന് അർജുനൻ പറയുന്നു, നഹി പ്രപശ്യാമി മമ അപനുദ്യാത് യത് ശോകം യത് ശോകം ഉച്ചോഷണം ഇന്ദ്രിയാണാം. മമ ഇന്ദ്രിയാണാം ഉച്ചോഷണം യത് ശോകം, എന്റെ ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിക്കുന്ന, ചുട്ടു നീറിപ്പിക്കുന്ന, ഉണക്കുന്ന, വരട്ടുന്ന ശോകമുണ്ടല്ലോ, ആ ശോകത്തെ യത് അപനുദ്യാത്, അപനുദ്യാത് എന്ന് പറഞ്ഞാൽ അപനോദനം ചെയ്യുക, നീക്കുക, പറിച്ചു കളയുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ എന്റെ ശോകത്തെ, എന്റെ ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിക്കുന്ന, ശുഷ്കമാക്കുന്ന, എന്നെ ഉണക്കുന്ന, എന്നെ വല്ലാതെ ദഹിപ്പിക്കുന്ന ഈ ശോകത്തെ അപനോദനം ചെയ്യുന്നതായിട്ടുള്ള മാർഗം യത് മമ ശോകം അപനുദ്യാത് തത് അഹം ന പശ്യാമി, ആ മാർഗം ഞാൻ കാണുന്നില്ല. അപ്പൊ എന്നെ ബാധിച്ചിരിക്കുന്ന ഈ തീവ്രമായ താപത്തെ തണുപ്പിക്കുവാനുള്ള മാർഗം ഞാൻ കാണുന്നില്ല, എന്റെ ദുഃഖത്തെ അപനോദനം ചെയ്യാനുള്ള വഴി ഞാൻ കാണുന്നില്ല. നഹി പ്രപശ്യാമി, അഹം ന പ്രപശ്യാമി, ഞാൻ കാണുന്നില്ല തന്നെ, എനിക്ക് അറിയുന്നില്ല എങ്ങനെയായാൽ എൻ്റെ ഈ സംഘർഷം ഇല്ലാതെയാവും, എൻ്റെ നീറ്റൽ ഇല്ലാതെയാവും, എൻ്റെ ഉള്ളിലുള്ള ഈ താപം, എന്നെ ദഹിപ്പിക്കുന്ന താപം ഇല്ലാതെയാവും, എനിക്ക് അറിയുന്നില്ല. എന്ത് കിട്ടിയാൽ പോലും അവാപ്യ ഭൂമൗ അസപത്നം ഋദ്ധം രാജ്യം സുരാണാമപിച്ച ആധിപത്യം. ഭൂമൗ ഭൂമൗ ഭൂമിയിൽ, അസപത്നം ഋദ്ധം രാജ്യം അവാപ്യ. അസപത്നം, സപത്മൻ എന്നാൽ ശത്രു എന്നർത്ഥമാണ്. സപത്നന്മാരില്ലാത്തത് എന്ത്? രാജ്യം. ശത്രുക്കളില്ലാത്ത രാജ്യം അസപത്നം രാജ്യം, കണ്ടകരഹിതമായ നിഷ്കണ്ടകമായ രാജ്യം. കണ്ടകമെന്നാൽ മൂർച്ചയേറിയ കല്ലും മുള്ളുമാണ് കണ്ടകങ്ങൾ, മുള്ളാണ് കണ്ടകം. ഏതെങ്കിലും നല്ല ഭക്ഷണം നമുക്ക് അനുഭവിക്കാൻ തന്നിട്ട് അതിൽ നിറയെ മുള്ളൂട്ട് തന്നാൽ അനുഭവിക്കാൻ പറ്റുമോ? തൊണ്ടയിൽ കുരുങ്ങും അല്ലേ? അപ്പൊ കണ്ടകത്തെ നീക്കിയിട്ട് വേണം ഏതും അനുഭവിക്കാൻ. അതുപോലെ രാജ്യത്തിലെ കണ്ടകന്മാരാണ് ശത്രുക്കൾ.
അപ്പൊ ശത്രുക്കൾ ഇല്ലാത്തത് എന്നാണ് അസപത്നം, സപത്നന്മാരില്ലാത്തതും ഋദ്ധം. ഋദ്ധം എന്ന് പറഞ്ഞാലോ ഋദ്ധിയെ പ്രാപിച്ചത്, ഐശ്വര്യത്തെ പ്രാപിച്ചത്, ധനസമൃദ്ധമായത്. നമ്മുടെ കേരള ഗവൺമെന്റ് ഭരിച്ചു മുടിപ്പിച്ച് ഖജനാവ് കാലിയാക്കി കടം മേടിച്ചതല്ല, തോമസ് ഐസക്കിന്റെ മസാല ബോണ്ട് വാങ്ങിച്ചതല്ല, മുടിയന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ശേഷിപ്പിച്ചതല്ല. ഋദ്ധം, സമൃദ്ധം. ഋദ്ധത്തിന്റെ കൂടെ സമ്മ് ചേർക്കുമ്പോഴാണ് സമൃദ്ധമാവുന്നത്. സം എന്നാൽ നല്ലോണം, സമ്യക്കായി ഋദ്ധം സമൃദ്ധം. അപ്പൊ സമൃദ്ധമായതും ശത്രുരഹിതമായിട്ടുള്ളതുമായിട്ടുള്ള രാജ്യം ഭൂമിയിൽ പ്രാപിച്ചാലും അവാപ്യ. അതുപോലെ സുരാണാമപി ആധിപത്യം അവാപ്യ, ദേവന്മാരുടെയും ആധിപത്യം കിട്ടിയാലും, എന്ന് വെച്ചാൽ 3 ലോകങ്ങളുടെയും ആധിപത്യം കിട്ടിയാലും എന്നെ വരട്ടുന്ന, എന്നെ തപിപ്പിക്കുന്ന, എന്നെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ താപത്തിൽ നിന്നുള്ള മോചനം ഞാൻ കാണുന്നില്ല. അപ്പൊ എന്ത് ചെയ്താലാണ് എനിക്ക് ഈ താപത്തിൽ നിന്ന് മോചനം? അപ്പൊ തൽക്കാലം അർജുനൻ ചെയ്യുകയല്ല വേണ്ടത്, കേൾക്കുകയാണ് വേണ്ടത്, അല്ലേ? അർജുനന്റെ ഉള്ളിലേക്ക് അറിവ് നേടുകയാണ് വേണ്ടത്. ഭഗവാനിൽ നിന്ന് അതാണ് അർജുനൻ ചോദിക്കുന്നത്. ഞാൻ എന്ത് ചെയ്താൽ എൻ്റെ താപം പൂർണ്ണമായി ശമിക്കും, എൻ്റെ ദുഃഖങ്ങൾ ഇല്ലാതെയാവും, ആ മാർഗം എനിക്ക് പറഞ്ഞു തരൂ. അപ്പൊ അർജുനൻ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്താലും തനിക്ക് ദുഃഖം മാറാൻ പോകുന്നില്ല എന്ന് തന്നെ അദ്ദേഹം കാണുന്നത്. യുദ്ധം ചെയ്താലും ദുഃഖം, ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തെ ദുഃഖം അലട്ടുന്നുണ്ട്. കാരണം അദ്ദേഹം തന്നെയാണ് എല്ലാവരെയും വലിച്ചഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇദ്ദേഹം യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു പോയാലും ഭീമസേനാദികൾ യുദ്ധം ചെയ്യാതിരിക്കില്ല. അങ്ങനെ യുദ്ധം ഉണ്ടായാൽ താനില്ലാത്ത പാണ്ഡവന്മാർ പരാജയപ്പെടാം, കൊല്ലപ്പെടാം. അപ്പൊ അതിന്റെ കുറ്റബോധം ആർക്ക് വരും? അതും തനിക്ക് തന്നെയേ വരിക. താൻ എവിടെ പോയാലും അതിൽ നിന്ന് തനിക്ക് മോചനം ഉണ്ടാവില്ല. എല്ലാവരെയും കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തവൻ എന്നുള്ള കുറ്റബോധം തനിക്കുണ്ടാവും. ഭീരു എന്ന ആളുകൾ പരിഹസിക്കും. അങ്ങനെ എവിടെ നോക്കിയാലും അദ്ദേഹത്തിന് യുദ്ധം ചെയ്താലും ദുഃഖം, ചെയ്തില്ലെങ്കിലും ദുഃഖം. അപ്പോ എന്താ പറയുക? കൈ നനയാതെ മീൻ പിടിക്കണം അദ്ദേഹത്തിന്. ഇപ്പൊ മീൻ പിടിക്കണമെങ്കിൽ കൈ നനയും. കൈ മുറിയാതെ ദർഭ പറിക്കണം അദ്ദേഹത്തിന്. ഇപ്പോ അതാണ് ഭഗവാന്റെ ഉപദേശത്തിന്റെ രഹസ്യം. യോഗ കർമ്മസു കൗശലം എന്നൊരു പ്രയോഗമുണ്ട് ഇനി വരാനിരിക്കേണ്ട ഭഗവാന്റെ ഉപദേശം. കർമ്മസു കൗശലം യോഗ. അതാണ് ഇനി ഭഗവാൻ ഉപദേശിക്കാൻ പോണ അർജുനന്. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കർമ്മയോഗം. ആ കർമ്മയോഗം ചെയ്യണമെങ്കിൽ അതിന് ഒരു വിഷൻ കിട്ടേണ്ടതുണ്ട്. ഏത് വിഷൻ? യതഃ പ്രവൃത്തിർ ഭൂതാനാം ഏന സർവമിദം തതം. ആ വിഷൻ കിട്ടണം. എന്നിട്ട് സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഈ അർജുനന്റെ ഈ അവസ്ഥയ്ക്കുള്ള ഉത്തരം ഈ ഒരു ശ്ലോകത്തിലുണ്ട്. ഈ ഒരു ശ്ലോകത്തിന്റെ വ്യാഖ്യാനമാണ് ഗീത. അപ്പൊ യോഗ കർമ്മസു കൗശലം. എന്താ? ആരാണ് കുശലൻ? കുശലൻ എന്നാൽ കുശം ലാദീതി കുശലഹ. കുശം എന്നാൽ ദർഭപ്പുല്ലാണ്. ദർഭപ്പുല്ല് പറിക്കുമ്പോ കൈ മുറിയും. നല്ല ബ്ലേഡ് പോലെയുള്ള എഡ്ജാണ് ദർഭപ്പുല്ലിന്റെ, പച്ച പുല്ലിന്റെ. അത് പറിക്കുമ്പോ കൈ മുറിയും, പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ. നിറയെ പുല്ല് പറിച്ചാൽ അവന്റെ കൈ നോക്കിയാൽ കൈ നിറച്ച്
അടയാളങ്ങൾ കാണാം. മുറിഞ്ഞിട്ടുണ്ടാവും, മുറിയും. എന്നാൽ ആരാണോ മിടുക്കൻ, നല്ല സാമർഥ്യമുള്ളവൻ, അവൻ കൈമുറിയാതെ ദർഭ പറിക്കും. അങ്ങനെ കൈമുറിയാതെ ദർഭ പറിച്ചു കൊണ്ടുവരുന്ന മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾക്ക് അന്ന് ഗുരുക്കന്മാർ കൊടുത്ത പേരാണ് കുശലൻ എന്ന്. അമ്പട മിടുക്ക, കുശം ലാതി, കൈമുറിയാതെ നീ ദർഭ പറിച്ചോണ്ട് വന്നൂല്ലേ എന്ന്. അതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോ നമുക്ക് കൈമുറിയും. ഏത് വ്യവഹാരം ചെയ്യുമ്പോഴും നമുക്ക് മുറിവേൽക്കും. ആ മുറിവ് പറ്റാതിരിക്കാൻ ഒരു വിദ്യയുണ്ട്. ആ വിദ്യയാണ് യോഗം. യോഗം. ഏത് യോഗം? കർമ്മയോഗം. ആ കർമ്മയോഗമാണ് ഭഗവാൻ അർജുനൻ ഉപദേശിക്കുന്നത്. ആ കർമ്മയോഗം ഉപദേശിക്കണമെങ്കിൽ ആ കർമ്മയോഗം എന്താണ്, എന്തിനു വേണ്ടി, എങ്ങനെ, ഇത് മുഴുവൻ പറയണം. അപ്പൊ ഭഗവാൻ ഗീതയിൽ അർജുനനെ പ്രധാനമായി ഉപദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അർജുനന്റെ ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന് യുദ്ധം ചെയ്യണോ, യുദ്ധം ചെയ്യേണ്ടയോ, ചെയ്താലും ദുഃഖം, ചെയ്തില്ലെങ്കിലും ദുഃഖം. അപ്പോ അർജുനന് ഈ രണ്ട് ദുഃഖങ്ങളും ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? അർജുനന്റെ കർത്തവ്യമായ യുദ്ധം ചെയ്യണം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ചെയ്താലും എങ്ങനെയായാൽ ദുഃഖം ബാധിക്കില്ല, എങ്ങനെയായാൽ കൈമുറിയില്ല. ആ വിദ്യയാണ് ഗീത. അതാണ് ഗീത പഠിപ്പിക്കുന്ന വിദ്യ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കൈമുറിയാതെ ജീവിക്കാൻ, കുശലന്മാരായി ജീവിക്കാൻ. അതിലേക്ക് നമുക്ക് കൂടുതൽ കടക്കാം. പിന്നെ എന്തായാലും നമുക്കിപ്പോ ഇവിടെ ശ്ലോകാർത്ഥങ്ങളെ കാണാം. അപ്പോൾ എന്തായാലും അർജുനൻ തയ്യാറായി ഭഗവാനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ. തന്നെ കൊണ്ട് നിശ്ചയിക്കാനാവില്ല എന്നുള്ള തീരുമാനമായി. ഇനി താൻ തീരുമാനിച്ചാൽ അത് നേരെ ആവില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. അതുകൊണ്ട് സ്വയം വിധേയനായി ഭഗവാന് വഴങ്ങിക്കൊടുക്കുകയാണ്. ഭഗവാനെ ഫ്രീ ആയിട്ട് ഉപദേശിക്കാൻ അനുവദിക്കുകയാണ്. തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഭഗവാൻ ഇത്രയും നേരം ക്ഷമയോട് കേട്ട് കഴിഞ്ഞു. ഇനി ഭഗവാൻ പറയട്ടെ, എങ്ങനെയായാൽ തനിക്ക് ഈ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും. യുദ്ധം ചെയ്യണോ, ചെയ്യാതിരിക്കണോ, ചെയ്താലും എങ്ങനെ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും, യുദ്ധം ചെയ്തില്ലെങ്കിലും എങ്ങനെയായാൽ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും. യുദ്ധം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും തനിക്ക് നിശ്ചയിക്കാം. രണ്ട് ചെയ്താലും ദുഃഖം ബാധിക്കരുത് തന്നെ. അതാണ് അർജുനന് വേണ്ടത്. ഈ ദുഃഖത്തിൽ നിന്നുള്ള മോചനം, ഈ ശോകത്തിൽ നിന്നുള്ള മോചനം. ആ ശോകത്തിൽ നിന്നുള്ള മോചനത്തിനാണ് അർജുനൻ ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്നത്. ഭഗവാൻ ആ ശോക മോചന മരുന്നാണ് ഇനി കൊടുക്കാൻ പോകുന്ന ഗീത. കാരണം ഗീത ആരംഭിക്കുന്നത് തന്നെ ഭഗവാൻ അശോച്യാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശോകം വേണ്ടാത്തവരെ പ്രതി. അപ്പൊ ശോക ശബ്ദം കൊണ്ടാണ് ആരംഭിക്കുന്നത്. അവസാനം ഭഗവാൻ പറഞ്ഞു നിർത്തുന്നതും സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. മാ ശുച, അതാണ് ഭഗവാന്റെ അവസാന വാക്ക് ഗീതയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ സഞ്ജയ ഉവാച, അർജുന ഉവാച, അതൊക്കെ കാണാം. ഭഗവാന്റെ വാക്ക് മാ ശുച. അപ്പൊ അശോച്യാൻ എന്ന് തുടങ്ങി മാ ശുച എന്ന് അവസാനിക്കുന്നതാണ് ഭഗവത്ഗീത. അപ്പൊ ഭഗവത്ഗീതയിലെ എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ മാ ശുച എന്ന് തന്നെയാണ് വിഷയം. ശോകം ആവശ്യമില്ല
ദുഃഖിക്കേണ്ട കാര്യമില്ല. അതിനുള്ള വിദ്യയാണ് ഗീത, അതിനുള്ള അറിവാണ് ഗീത തരുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ദുഃഖം ബാധിക്കാതെ എങ്ങനെ ജീവിക്കാം, ശോകം ബാധിക്കാതെ എങ്ങനെ ജീവിക്കാം, ശോകത്തിന് അതീതരായി എത്ര വലിയ ശോക സാഹചര്യമുണ്ടായാലും, എത്ര വലിയ പരീക്ഷണങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായാലും അതിലൊന്നും ശോചിക്കാതെ, അതൊന്നും ശോകമർഹിക്കുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ശോകാതീതരായി എങ്ങനെ വർത്തിക്കാം, അതാണ് ഗീത. അതിനുള്ള ശോക നിവാരണമാണ് ഗീത. ശോക നിവാരണത്തിനുള്ള ഒറ്റമൂലിയാണ് ഗീത. മാ ശുച മാ ശുച മാ ശുച അശോച്യാൻ അന്വശോചഹത്വം. നിങ്ങളൊക്കെ ദുഃഖിക്കേണ്ടാത്ത വിഷയങ്ങളെ കുറിച്ച് ദുഃഖിക്കുന്നു. വാസ്തവത്തിൽ ഇവിടെ ഒരു കാര്യവും ദുഃഖം അർഹിക്കുന്നില്ല. ഇതാണ് ഗീത പഠിപ്പിക്കുന്നത്. അപ്പൊ ഗീത പഠിച്ചാൽ ഈ ഒരു തൻ്റെ ഇടം നമുക്കുണ്ടാവും, ഈ ഒരു നെഞ്ചുറപ്പ് നമുക്കുണ്ടാവും, ഈ ഒരു തലപ്പൊക്കം നമുക്കുണ്ടാവും, ഈ ഒരു നട്ടെല്ല് നമുക്കുണ്ടാവും. ഭഗവാന്റെ പുഞ്ചിരി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് ഗീത. അതിനെ വേണ്ട രീതിയിൽ ഗ്രഹിക്കണം. അപ്പോ അർജുനൻ തന്റെ ശോകത്തെ ഉച്ഛോഷണം ചെയ്യുവാനുള്ള, തന്റെ ഇന്ദ്രിയങ്ങളെ ഉച്ഛോഷണം ചെയ്യുന്ന ശോകത്തെ മമ അപനുദ്യാത്, അപനോദനം ചെയ്യാനുള്ള, ശോകത്തെ അപനോദനം ചെയ്യുക, നീക്കിക്കളയുക, പറിച്ചു കളയുക, അതിനുള്ള വഴിയാണ് ചോദിച്ചത്. ശോക നിവാരണ മാർഗം എന്ത് പറഞ്ഞു തരൂ. എനിക്കറിയുന്നില്ല. നഹി പ്രപശ്യാമി നഹി പ്രപശ്യാമി മമ അപനുദ്യാത് യത് ശോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം. എന്റെ ഇന്ദ്രിയങ്ങളെ ഉച്ഛോഷിപ്പിക്കുന്ന ഈ ശോകത്തെ യത് അപനുദ്യാത്, ഏതൊന്നുകൊണ്ട് അപനോദനം ചെയ്യാമോ ആ വിദ്യ പറഞ്ഞു തരൂ, ആ അറിവ് പറഞ്ഞു തരൂ, ആ ഉപായം പറഞ്ഞു തരൂ. അപ്പൊ ശോക നിവാരണത്തിനുള്ള ഉപായമാണ് അർജുനൻ ചോദിക്കുന്നത്. നമ്മൾ തീരുമാനിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. ചോദ്യം സ്പെസിഫിക് ആണ്. എങ്ങനെയായാൽ എൻ്റെ ദുഃഖങ്ങൾ നിവർത്തിക്കാൻ കഴിയും? ഇതൊന്നും കിട്ടിയിട്ടൊന്നും എനിക്ക് ദുഃഖം നിവർത്തിക്കാൻ പറ്റില്ല. ശത്രുക്കളില്ലാത്ത രാജ്യം കിട്ടിയിട്ടോ സ്വർഗത്തിന്റെ ആധിപത്യം കിട്ടിയാലോ എന്റെ ദുഃഖം നിവർത്തിക്കാൻ പോകുന്നില്ല. അത് എപ്പോഴായാലും ഇവരൊക്കെ ഇനിയിപ്പോ ദുര്യോധനാദികൾ ഞങ്ങൾ യുദ്ധത്തിനില്ല, പാണ്ഡവന്മാരെ നിങ്ങളാണ് രാജാക്കന്മാരാവേണ്ടവർ, ഇതാ പിടിച്ചോളൂ രാജ്യം എന്ന് പറഞ്ഞ് അവര് രാജ്യത്തെ വിട്ടുതന്നാലും പിന്നെയും എന്റെ ഉള്ളില് ശോകങ്ങൾ ഉണ്ടാകും. ഭാവിയിൽ വേറൊരു പ്രശ്നത്തെ ചൊല്ലി ശോകമുണ്ടാകും. സ്വർഗത്തിന്റെ ആധിപത്യം കിട്ടിയാലും മാറാത്ത ശോകമുണ്ടാകും. എന്റെ അച്ഛൻ ഇന്ദ്രന് ശോകമുണ്ടാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രഹ്മദേവന് ശോകമുണ്ടാകുന്നത് പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ബ്രഹ്മാവിന്റെ പദവി കിട്ടിയാലും ശോകം മാറില്ല. അപ്പൊ എന്ത് കിട്ടിയാലാണ് ശോകം മാറുക? അതറിയണം എനിക്ക്. അപ്പൊ ദുഃഖനിവൃത്തിക്കുള്ള മാർഗം എനിക്ക് അറിയണം, ശാശ്വതമായ ദുഃഖനിവൃത്തിക്കുള്ള മാർഗം. ഇപ്പോഴാണ് അർജുനൻ പാർത്ഥനായത്. പാർത്ഥൻ എന്നാൽ പരമമായതിനെ അർത്ഥിക്കുന്നവൻ. അർത്ഥിക്കുന്നവൻ, ശബ്ദം പരമം എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ പരമമായതിനെ അർത്ഥിക്കുന്നവൻ. ഏതൊന്നു കിട്ടിയാൽ എല്ലാ ദുഃഖങ്ങളെയും എന്നേക്കുമായി ഇല്ലാതാക്കാമോ ആ അറിവ് എനിക്ക് തരൂ, എനിക്ക് ഉപദേശിക്കൂ എന്ന് പറയുന്നവൻ പാർത്ഥൻ. അപ്പൊ നമുക്കും പാർത്ഥന്മാരാവാം. നമുക്കും ആ പരമമായ അറിവിന് വേണ്ടി ദാഹിക്കാം, അതിനുവേണ്ടി കൊതിക്കാം, അതിനുവേണ്ടി ഭഗവാനെ ആശ്രയിക്കാം, ഭഗവത്ഗീതയെ ആശ്രയിക്കാം. ഭഗവാൻ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് ഭഗവത്ഗീതയുടെ രൂപത്തിലാണ്. ഗീത ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ്. ആ ഗീതയെ ആശ്രയിച്ചാൽ ഭഗവാനെ ആശ്രയിക്കൽ തന്നെയാണ്.
ആ ഗീത നമുക്ക് വഴി കാണിക്കും. അപ്പൊ ഇങ്ങനെ അർജുനൻ ഭഗവാന്റെ മുമ്പിൽ ശരണം പ്രാപിച്ചു. തന്റെ ശോക നിവാരണത്തിനുള്ള വഴിയാണ് ചോദിച്ചത്. തുടർന്ന് എന്തുണ്ടായി എന്ന് സഞ്ജയൻ പറയുന്നു. അത് നോക്കാം നമുക്ക്. ഇന്നിത്തിരി വൈകിയാലും കുഴപ്പമില്ല. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരം തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരം തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. സഞ്ജയൻ ധൃതരാഷ്ട്രോട് തുടരുകയാണ്. ഏവം ഉക്ത്വാ ഹൃഷീകേശം. ഋഷികേശനോട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആത്മസ്വരൂപനായ ഭഗവാനോട്, നിദ്രയെ ജയിച്ചവൻ, ഇരുട്ടിനെ ജയിച്ചവൻ, തമസിനെ ജയിച്ചവൻ, ഗുഡാകയെ ഈശിച്ചവൻ ആരാ? അർജുനൻ. വിവേകമുള്ളവൻ തന്നെയാണ് അർജുനൻ. അതുകൊണ്ടാണ് ഇപ്പൊ ഭഗവാനോട് ശരണം പ്രാപിച്ചത്. അല്ലെങ്കിൽ അർജുനൻ വല്ല കള്ളുഷാപ്പിലേക്കും പോയിട്ടുണ്ടാവും ദുഃഖം മാറ്റാൻ, അല്ലെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയിട്ടുണ്ടാവും, എസ്കേപ്പ് ചെയ്തിട്ടുണ്ടാവും. മൂഢനായിരുന്നെങ്കിൽ. മൂഢനല്ല, വിവേകമുള്ളവനാണ്. തമസിനെ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ നിദ്രയെ ജയിച്ചവൻ, തമസിനെ ജയിച്ചവനായ ഗുഡാകേശൻ പരന്തപഃ, പരന്തപനാണ്, ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ. ഇവിടെ അർജുനന്റെ ഉള്ളില് ശത്രുക്കളുണ്ട്. കാമക്രോധ ലോഭമോഹങ്ങളാകുന്ന അജ്ഞാന കൃതങ്ങളായ ശത്രുക്കളുണ്ട്. അതിനെയൊക്കെ തപിപ്പിക്കാൻ തുടങ്ങി അർജുനൻ. ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ അർജുനൻ നയോത്സ്യേ ഇതി ഗോവിന്ദമുക്ത്വാ. നയോത്സ്യേ, ഞാൻ യുദ്ധം ചെയ്യില്ല. ഇത് ഇപ്രകാരം ഗോവിന്ദം ഉക്ത്വ, ഗോവിന്ദനോട് പറഞ്ഞിട്ട് തൂഷ്ണീം ബഭൂവ. ഞാൻ അങ്ങനെ മിണ്ടാതിരുന്ന അർജുനനോട് ഭഗവാൻ പറയുന്നു എന്ന് സഞ്ജയൻ പറയുകയാണ്. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ഹേ ഭാരത, ധൃതരാഷ്ട്രയെ സംബോധന ചെയ്യാണ്. അല്ലയോ ഭരതവംശത്തിൽ ജനിച്ച ധൃതരാഷ്ട്ര രാജാവേ. തം ഉവാച, അവനോട് പറഞ്ഞു. ആര്? ഹൃഷീകേശഃ, ഋഷികേശൻ, ഭഗവാൻ, ഇന്ദ്രിയങ്ങളുടെ നാഥൻ. എങ്ങനെ? പ്രഹസന്നിവ, പ്രഹസന്നിവ, പ്രകർഷേണ, പുഞ്ചിരിക്കുന്നവനെ പോലെ. എന്നുവെച്ചാൽ ഗൂഢമായൊരു പുഞ്ചിരിയോടുകൂടെ, പുറത്തേക്ക് വലിയ പുഞ്ചിരി പ്രകടിപ്പിക്കാതെ. കാരണം അങ്ങനെ വല്ലാതെ പുഞ്ചിരിച്ചാൽ അർജുനനെ പരിഹസിക്കുകയാണെന്ന് അർജുനന് തോന്നും. എനിക്ക് പ്രാണവേദന, അങ്ങേക്ക് വീണവായന എന്ന് ചോദിക്കും. അങ്ങനെ പ്രകടിപ്പിക്കാൻ പാടില്ല. അപ്പൊ എന്നാലും ഗൂഢമായൊരു സ്മിതത്തോടെ, അല്പം വ്യക്തമായൊരു സ്മിതത്തോടെ, അതാണ് ഇവ എന്ന്. പ്രഹസൻ ഇവ, പ്രകർഷേണ ഹസിക്കുന്നവനെ പോലെ, പുഞ്ചിരിക്കുന്നവനെ പോലെ. ആ മുഖഭാവത്തിൽ നിന്ന് അറിയാം അദ്ദേഹം ഉള്ളുകൊണ്ട് പുഞ്ചിരിക്കുന്നു. പുറത്ത് അർജുനനോട് സിമ്പതി ഭാവിക്കുന്നു. അർജുനനെ ആശ്വസിപ്പിക്കുന്ന ഭാവമാണ്. അപ്പൊ ഉള്ളുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇതിനൊക്കെ വഴിയുണ്ടാക്കാം. അല്ലെങ്കിലും ഭഗവാൻ ചിരിക്കുന്നതിന് കാരണം അങ്ങനെ വഴിക്ക് വാ, ഇപ്പോഴെങ്കിലും നീ എൻ്റെ അടുത്തേക്ക് വന്നുവല്ലോ, ഇപ്പോഴെങ്കിലും നീ ശിഷ്യനെന്ന് പറഞ്ഞുവല്ലോ, ഇപ്പോഴെങ്കിലും എന്നോട് ശാധിമാം എന്ന് പറഞ്ഞുവല്ലോ, ഉപദേശിച്ചു തരൂ എന്ന് പറഞ്ഞുവല്ലോ.
ആ സന്തോഷം ഉള്ളിൽ പ്രകടിപ്പിച്ചുകൊണ്ട്, ഏത് ഗുരുക്കന്മാർക്കും ഇതുപോലെയുള്ള ശിഷ്യന്മാരെ കിട്ടിയാൽ സന്തോഷമാകും, ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ളിൽ പുഞ്ചിരിയോടുകൂടെ, ഗൂഢമായ പുഞ്ചിരിയോടെ പ്രഹസന്നിവ ഋഷികേശഃ തമുവാച. എവിടെ വെച്ച്? സേനയോഹോ ഉഭയോഹോ മധ്യേ വിഷീദന്തം. രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ വിഷാദിച്ചു നിൽക്കുന്നവനായ, വിഷമഘട്ടത്തിൽ നിൽക്കുന്നവനായ, ഡിപ്രസ്ഡ് ആയിരിക്കുന്ന, അധോമുഖനായിരിക്കുന്ന ആ അർജുനനോട് ഇദം വചഃ ഉവാച, ഈ വാക്കുകളെ പറഞ്ഞു എന്നാണ്. ഏത് വാക്കുകൾ? നമുക്ക് ഒന്നാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചു നിർത്താമെന്ന്. ഗീതാ ദിനത്തിൽ ഭഗവാന്റെ വാക്കുകൾ ഗീത ആരംഭിച്ചു വെക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഇതുവരെ കൊണ്ടുവന്നത്. നാളെ നമുക്ക് വിശദമായിട്ട് കാണാം. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ പറഞ്ഞു, അശോച്യാൻ അന്വശോചഃ ത്വം. ഹേ അർജുന, ത്വം നീയ് അശോച്യാൻ പ്രതി അന്വശോചഃ, ശോകമർഹിക്കാത്തവരെ കുറിച്ച് ശോകിക്കുന്നു, ദുഃഖിക്കുന്നു, അനുശോചിക്കുന്നു. എന്നിട്ടോ പ്രജ്ഞാവാദാൻ ച ഭാഷസേ, നല്ല പണ്ഡിതന്മാരുടെ വാദങ്ങളെ, പ്രജ്ഞാവാദങ്ങളെ പറയുകയും ചെയ്യുന്നു. വലിയ അറിവുള്ളവരുടെ സംഭാഷണം ചെയ്യുന്നു, പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു. ഗദാസൂൻ അഗദാസൂൻ ച, പ്രാണൻ പോയവരെ കുറിച്ചോ പോകാത്തവരെ കുറിച്ചോ ന അനുശോചന്തി പണ്ഡിതാഹ, യഥാർത്ഥ പണ്ഡിതന്മാർ, അറിവുള്ളവർ, ന അനുശോചന്തി, ദുഃഖിക്കാറില്ല, ഇതുപോലെ വിഷമിക്കാറില്ല. പ്രാണൻ പോയവരെ കുറിച്ചാവട്ടെ, ഇനി പോകാനിരിക്കുന്നവരാണ് പോകാത്തവർ എന്ന് പറയുന്നവർ, അവരെ കുറിച്ചോ പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല. അതുകൊണ്ട് നീ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നുവെങ്കിലും പണ്ഡിതനല്ല, മൂഢനാണ് എന്ന് പറയാതെ പറയുകയാണ്. നേരിട്ട് മൂഢാന്ന് വിളിച്ചില്ല എന്നേ ഉള്ളൂ. വലിയ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു, പക്ഷെ നിന്റെ പ്രവൃത്തിയാകട്ടെ മൂഢന്മാരുടേതാണ് എന്ന് പറഞ്ഞ് അർജുനനെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ടാണ് തുടക്കം തന്നെ. അർജുനനെ ഒന്ന് ഞെട്ടിച്ച്, അർജുനന്റെ ശ്രദ്ധയെ കൂടുതൽ ആകർഷിച്ച്, ഇങ്ങനെയൊക്കെയുള്ള ഭാഷ ഉപയോഗിച്ചാലേ അർജുനനെ പോലെയുള്ള ഒരാൾക്ക് അതിൽ ശ്രദ്ധ കൂടുതൽ വരുള്ളൂ. അല്ലെങ്കിൽ സാധാരണ വാക്കുകൾ പറഞ്ഞാൽ മൈൻഡ് ചെയ്യില്ല ചിലപ്പോൾ. ഇപ്പൊ അർജുനന്റെ മൈൻഡിനെ ഇങ്ങോട്ടേക്ക് നല്ലോണം ആകർഷിക്കണം. അതിനുവേണ്ടി മനഃപൂർവ്വം അർജുനനെ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ അർജുനനെ വിമർശിച്ചുകൊണ്ട് നീ മൂഢനാണ് വാസ്തവത്തിൽ എന്ന് പറയാതെ പറയുകയാണ്. പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു, പക്ഷെ മൂഢന്മാരെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ ശ്ലോകത്തിന്റെ ആശയമൊക്കെ നമുക്ക് നാളെ കാണാം. എന്തായാലും ഗീത, ഭഗവാന്റെ വായിൽ നിന്നുള്ള ഗീത, അത് ഇവിടുന്നേ തുടങ്ങുന്നുള്ളൂ. അശോച്യാൻ എന്നാണ് ഭഗവാൻ ആദ്യം പറയുന്നത്. ശോകമർഹിക്കാത്തവരെ കുറിച്ച്, ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ച്. ഈ ലോകത്തിൽ ഒരു വിഷയവും ദുഃഖമർഹിക്കുന്നില്ല. അതിനെക്കുറിച്ചാണ് നമ്മളൊക്കെ ദുഃഖിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ഒരു വിഷയവും ദുഃഖമർഹിക്കുന്നില്ല എന്ന് ബോധ്യം വരണം നമുക്ക്.
അതിനുള്ള വിദ്യയാണ് ഗീത. അത് ഭഗവാൻ പറഞ്ഞു തരും. നമുക്ക് നാളെ തുടരാം, നാളെ കാണാം. എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശിയും ഗീതാദിനവും ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് പാർത്ഥസാരഥിയായ ആ ഭഗവാന്റെ കൃഷ്ണന്റെ അനുഗ്രഹം ഗുരുവായൂരപ്പ രൂപത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. സന്ധ്യയായി. എല്ലാവരും അവരവരുടെ ദിനകൃത്യങ്ങൾ നോക്കിക്കൊള്ളുക. ഹരി ഓം.